നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരുപക്ഷെ ഒരു പ്രത്യേക കാരണത്താൽ തന്നെയായിരിക്കും ഇവിടെ എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് ആരോടും പറയാൻ കഴിയാത്ത ചില സങ്കടങ്ങൾ ഉണ്ടാകും. പുറത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് ജീവിച്ചാലും മനസ്സിന്റെ ആഴത്തിൽ ചില വേദനകൾ നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറിപ്പോയത്? എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്? എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ? ഈ വിഷമം എപ്പോൾ അവസാനിക്കും? ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ദൈവം ഒരിക്കലും ആരെയും ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ കാണുന്നില്ല എങ്കിലും, നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിലും ദൈവത്തിന്റെ കരുണയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കില്ല, പക്ഷേ ചില സൂചനകളിലൂടെ, ചില സംഭവങ്ങളിലൂടെ, ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ വഴി നടത്തും. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ അത്തരത്തിലുള്ള ഒരു ആത്മീയ അനുഭവമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഓരോ ചിത്രത്തിനും പിന്നിൽ ഒരു സന്ദേശം മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അനുഗ്രഹം, ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന സത്യം. ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് യാദൃശ്ചികമായല്ല, നിങ്ങളുടെ മനസ്സിന്റെ ആകർഷണമാണത്. നമ്മുടെ മനസ്സും ആത്മാവും പലപ്പോഴും നമ്മളെ ശരിയായ കാര്യങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്താണോ അത് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പറയുക. അത് ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട വിഷമമായിരിക്കാം, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു ആഗ്രഹമായിരിക്കാം. എന്തായാലും ആ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുക. അതിനുശേഷം ഒരു ചെറിയ പ്രാർത്ഥന പറയുക. ദൈവമേ, എൻ്റെ മനസ്സിലുള്ള സങ്കടം നീ അറിയുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരു ചെറിയ സൂചന തരയണമേ. എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊരു സന്ദേശം തരയണമേ. ഇങ്ങനെ മനസ്സിൽ സത്യസന്ധമായി പ്രാർത്ഥിച്ച ശേഷം ഈ 3 ചിത്രങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഈ 3 ചിത്രങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ചിത്രം ഏതാണ് എന്ന് നോക്കുക. ആലോചിക്കേണ്ടതില്ല, നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ കരുതുന്നതിലും ശക്തമാണ്. അത് നമ്മളെ ശരിയായ തീരുമാനങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ആദ്യ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ശരിയായത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ചിത്രം, രണ്ടാമത്തെ ചിത്രം, മൂന്നാമത്തെ ചിത്രം. ഈ 3 ചിത്രങ്ങളിൽ ഒന്ന് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക സന്ദേശം പറയാനാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും തയ്യാറല്ലേ? നിങ്ങളുടെ മനസ്സിലൊരു പ്രാർത്ഥന പറയുക. നിങ്ങളുടെ സങ്കടം ദൈവത്തോട് പറഞ്ഞുകൊള്ളുക. പിന്നെ ഈ ഒരു 3 ചിത്രത്തിലേക്ക് നോക്കി ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം തിരഞ്ഞെടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങളുടെ മനസ്സും ആത്മാവും ആ ചിത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലെ ആത്മീയ ശക്തി ചില കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ മുന്നിൽ ഇരിക്കുന്നതും ഒരു പ്രത്യേക കാരണത്താൽ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യമോ സങ്കടമോ വിഷമമോ ഉണ്ടാകാം. പുറത്ത് എല്ലാവരോടും സംസാരിക്കുമ്പോൾ നിങ്ങൾ സാധാരണ പോലെ കാണിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു വലിയ വേദന നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കാം. ചില രാത്രികളിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറിപ്പോയത്? എൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരിക്കലെങ്കിലും മറുപടി ലഭിക്കുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ സ്ഥിരമായ ഒന്നല്ല. ഇത് ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ്. ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോകുന്ന ആളുകളെ ദൈവം ചില സമയങ്ങളിൽ പരീക്ഷിക്കാറുണ്ട്. ആ പരീക്ഷണം ചിലപ്പോൾ വളരെ കഠിനമായിരിക്കും. പക്ഷെ അതിന് പിന്നിൽ ഒരു വലിയ അർത്ഥമുണ്ട്. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള ആളുകളാണ്. മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ സഹിക്കാനാവാത്ത ഒരു ഹൃദയം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സന്തോഷം പോലും ത്യജിച്ച് മറ്റുള്ളവർക്കായി സഹായിച്ചിട്ടുണ്ടാകാം.
പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് നന്ദിയല്ല, നിരാശയാണ്. നിങ്ങൾ വിശ്വസിച്ച ആളുകൾ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ സഹായിച്ച ആളുകൾ തന്നെ നിങ്ങളെ മറന്നുപോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും, ഞാൻ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് പല നല്ല മനസ്സുള്ള ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ വലിയ ഒരു സത്യം പറയാം. ദൈവം ഒരിക്കലും നിങ്ങളുടെ നന്മ മറക്കില്ല. നിങ്ങൾ ചെയ്ത ഓരോ നന്മയും, ഓരോ സഹായവും, ഓരോ പ്രാർത്ഥനയും ദൈവം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളെ വളരെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടാകാം. ഒരു ബന്ധത്തിൽ പ്രശ്നമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി, പണം, കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എല്ലാം എൻ്റെ കൈവിട്ടു പോകുന്നത് പോലെ തോന്നുന്നു. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഒരു പഴയ അധ്യായം അവസാനിക്കുകയാണ്, ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ മാറ്റം വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ പിന്നീട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും എന്നതാണ്. വളരെ അടുത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വാർത്ത എത്താൻ സാധ്യതയുണ്ട്. ഇത് ഒരു പുതിയ അവസരമായിരിക്കാം, ഒരു ബന്ധത്തിൽ വീണ്ടും സമാധാനം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യം നടക്കുന്നതായിരിക്കാം. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്: വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോൾ ജീവിതം നമ്മളെ വളരെ കഠിനമായ വഴികളിലൂടെ നടത്തും, പക്ഷെ ആ വഴികൾ നമ്മളെ ഒരു നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കി പറയും, ആ കഷ്ടകാലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത്ര ശക്തനാകുമായിരുന്നില്ല. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കായിട്ട് മറ്റൊരു പ്രധാന സന്ദേശവും കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ നിങ്ങളെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം. പക്ഷെ സമയം എല്ലാം തെളിയിക്കും. സത്യം ഒരിക്കലും മറഞ്ഞു നിൽക്കില്ല. നിങ്ങൾ ആരോടും ദോഷം ആഗ്രഹിക്കാത്ത ഒരു മനസ്സുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഉണ്ടാകും. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ലഭിക്കാൻ തുടങ്ങും. ആ സന്തോഷങ്ങൾ നിങ്ങളെ വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സഹായിക്കും. അതുകൊണ്ട് ഒരു കാര്യം മറക്കരുത്: ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. ഇത് ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഒരുക്കുകയാണ്. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ടു പോവുക. നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം നിലനിർത്തുക. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വളരെ അടുത്ത കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. ഈ സന്ദേശം കേട്ട ശേഷം നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ശാന്തി തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതം സന്തോഷത്താലും സമാധാനത്താലും അനുഗ്രഹത്താലും നിറയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് യാദൃശ്ചികമായ ഒന്നല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ തന്നെ നമ്മുടെ മനസ്സ് ചില കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കാറുണ്ട്. ആ ആകർഷണത്തിന് പിന്നിൽ ചില ആത്മീയ കാരണങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ തോന്നിയത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സന്ദേശം ലഭിക്കേണ്ട സമയമായതിനാലാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും ഒരേ സമയം നടക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വളരെ ശക്തമായ ആളായി തോന്നിപ്പിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ വളരെ സെൻസിറ്റീവായ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ആളായി തോന്നാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങളും ആശങ്കകളും പലപ്പോഴും ഉണ്ടാകാം. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രധാന ഘട്ടം നടക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ഒരു തീരുമാനമെടുക്കേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിരിക്കാം. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാകാം, അല്ലെങ്കിൽ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനമായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന ഒരു അവസരമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എനിക്ക് ശരിയായ വഴി ഏതാണ്? ഇതൊരു സാധാരണ സംശയമല്ല. കാരണം നിങ്ങൾ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്. നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അത് ശരിയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ചിന്തിച്ചുകൊണ്ട് സമയം ചിലവഴിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇവിടെ ഒരു പ്രധാന സന്ദേശം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സംരക്ഷണം വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ തന്നെ പല അപകടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം.
ചിലപ്പോൾ ഒരു കാര്യം നടക്കാതെ പോയപ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം. പിന്നീട് ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം അതൊക്കെ നടക്കാതിരുന്നത് എനിക്ക് നല്ലതിനായിരുന്നു എന്നുള്ളത്. ഇത് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകതയും കൂടെ കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകളായിരിക്കും. കുടുംബത്തിനായിട്ട് നിങ്ങൾ പല ത്യാഗങ്ങളും ചെയ്തിട്ടുണ്ടാകും. പലപ്പോഴും നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ പോലും നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാകും. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എന്നെ ആരും ശരിയായി മനസ്സിലാക്കുന്നില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു ചെറിയ വേദനയായിരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചെയ്ത ഓരോ നന്മയും വെറുതെ ആയിട്ടില്ല. ജീവിതത്തിൽ ചില ഫലങ്ങൾ വൈകിയാണ് വരുന്നത്, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം വളരെ വലിയതായിരിക്കും. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കായിട്ട് മറ്റൊരു പ്രധാന സന്ദേശം കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത കാലത്ത് ഒരു പുതിയ അവസരം എത്താൻ സാധ്യതയുണ്ട്. അത് ആദ്യം നിങ്ങൾക്ക് ചെറിയതായിട്ട് തോന്നാം, പക്ഷെ അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഒരു ജോലി അവസരമായിരിക്കാം, ഒരു പുതിയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം പൂർത്തിയാകുന്നതായിരിക്കാം. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അവസരം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഭയപ്പെടരുത്. ചിലപ്പോൾ പുതിയ അവസരങ്ങൾ നമ്മളെ പേടിപ്പിക്കാറുണ്ട്, പക്ഷെ അതാണ് നമ്മളെ നല്ല ഭാവിയിലേക്ക് നയിക്കുന്ന വഴി. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു മാറ്റത്തിന്റെ കാലഘട്ടമാണ്. പഴയ ചില പ്രശ്നങ്ങൾ പതുക്കെ അവസാനിക്കുകയാണ്. പുതിയ അവസരങ്ങൾ തുറക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്. നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം നിലനിർത്തുക. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടരുക. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ അധികം വരാൻ അനുവദിക്കരുത്. ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയും നമ്മൾ തന്നെ നിയന്ത്രിക്കണം. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പതുക്കെ ആകർഷിക്കപ്പെടും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കായിട്ട് മറ്റൊരു നല്ല സൂചന കൂടിയുണ്ട്. വളരെ അടുത്ത കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എത്താൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ആ വാർത്ത നിങ്ങളുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷ നൽകും. അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്ന ആശങ്കകളെ വിട്ടേക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണാത്ത ചില വാതിലുകൾ ഉടൻ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം നിലനിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ വരാൻ ഇനി അധിക സമയം ബാക്കിയില്ല. ഈ സന്ദേശം കേട്ട ശേഷം നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ശാന്തി തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് നന്ദി പറയുക. ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം സമാധാനത്താലും സന്തോഷത്താലും അനുഗ്രഹത്താലും നിറയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് യാദൃശ്ചികമായ ഒന്നല്ല. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ചില പ്രത്യേക കാര്യങ്ങളിലേക്ക് നമ്മളെ ആകർഷിക്കാറുണ്ട്. ആ ആകർഷണത്തിന് പിന്നിൽ ഒരു ആത്മീയ സന്ദേശം ഒളിഞ്ഞിരിക്കാം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന സന്ദേശം കേൾക്കേണ്ട സമയമായതിനാലാണ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ആലോചിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം നിങ്ങളുടെ മനസ്സിൽ ചില വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും. ആ സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും ആരോടും പറയാറില്ല. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഈ ഒരു ആഗ്രഹം മാത്രം പൂർത്തിയായാൽ മതി, എൻ്റെ ജീവിതം ഒന്ന് മാറിയാൽ മതി. ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ടാകാം. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലെങ്കിലും സത്യമായി തീരുമോ? ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നിങ്ങളെ അല്പം നിരാശപ്പെടുത്തി കഴിഞ്ഞിരിക്കാം. ഒരു കാര്യത്തിൽ നിങ്ങൾ ഏറെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് നിങ്ങൾ കരുതിയതുപോലെ നടന്നിട്ടില്ലായിരിക്കാം. അത് കാരണം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയുകയും ചെയ്തിരിക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന സന്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ മാറ്റത്തിന് മുന്നോടിയാണ്. പലപ്പോഴും ഒരു വലിയ സന്തോഷം വരുന്നതിന് മുൻപ് ജീവിതം നമ്മളെ ചില പരീക്ഷണങ്ങളിലൂടെ നടത്തും. അത് നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം വളരെ ശക്തമായിട്ടുണ്ടാകും. നിങ്ങൾ ഒരുപാട് തവണ വലിയ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാകാം.
ചില സംഭവങ്ങൾ പിന്നീട് ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, ഇത് എങ്ങനെ ഞാൻ അതിജീവിച്ചു? അതിന് പിന്നിൽ ഒരു അദൃശ്യ സംരക്ഷണം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ അവസരത്തിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കാം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്താം. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ളതായിരിക്കാം, ഒരു സാമ്പത്തിക പുരോഗതിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു സംഭവമായിരിക്കാം. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകതയും കൂടെ കാണാനായിട്ട് കഴിയും. നിങ്ങൾ വളരെ ക്ഷമയുള്ള ആളുകളാണ്. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വേദന മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സങ്കടമുണ്ടായാലും അത് മനസ്സിൽ ഒളിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ ദൈവം നിങ്ങളുടെ ഓരോ കണ്ണുനീരും കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത പ്രാർത്ഥനകൾ പോലും ദൈവം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വൈകിയെങ്കിലും നല്ല ഫലങ്ങൾ വരാൻ പോവുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങും. ആ മാറ്റങ്ങൾ ആദ്യം നിങ്ങൾക്ക് ചെറിയതായി തോന്നാം, പക്ഷെ പിന്നീട് അത് വലിയ സന്തോഷത്തിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഒരു നല്ല വാർത്തയാകാം, ഒരു പുതിയ അവസരമാകാം, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ലഭിക്കുന്ന പരിഹാരമാകാം. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഭയം അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ അധികം വരാൻ അനുവദിക്കരുത്. ചിലപ്പോൾ നമ്മൾ ഭയപ്പെടുമ്പോൾ നല്ല അവസരങ്ങൾ പോലും നമ്മളിൽ നിന്നും അകന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം നിലനിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കായിട്ട് മറ്റൊരു ആത്മീയ സൂചന കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത കാലത്ത് ഒരാൾ നിങ്ങൾക്ക് സഹായകരമായ രീതിയിൽ എത്താൻ സാധ്യതയുണ്ട്. അത് ഒരു സുഹൃത്തായിരിക്കാം, ഒരു ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ പരിചയമായിരിക്കാം. ആ വ്യക്തിയുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് കാരണം നിങ്ങൾക്ക് ഒരു പുതിയ ദിശ ലഭിക്കും. ഇനി വരുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന കാലമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ വിഷമങ്ങളെ കുറച്ച് വിട്ടേക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ദിവസങ്ങൾ അടുത്തു തന്നെ ഉണ്ടാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്: വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടരുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട ശേഷം നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ശാന്തി തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം കണ്ണടച്ച് ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം സമാധാനത്താലും സന്തോഷത്താലും അനുഗ്രഹത്താലും നിറയട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതിന്റെ ജെന്യുനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.